ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് ദിവസമായി ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്നു. പക്ഷെ പലപ്പോഴും വീഡിയോസൊന്നും എടുക്കാറുമില്ല. എടുത്ത വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാറുമില്ല. മടി പിടിച്ചിരിക്കലാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്തെങ്ങാണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഈ ഒരു ഫീല്. പക്ഷെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ഇന്ന് പാലക്കാട് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് പാലക്കാട്. കാരണം പാലക്കാട് പോകുന്ന വഴിക്ക് ഒരുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ആ കാഴ്ചകളൊക്കെ ഞാൻ എപ്പോൾ പോകുമ്പോഴും ഫോണിൽ വീഡിയോസ് എടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഗാലറി ഫുള്ളായി എന്ന് കാണുമ്പോൾ വീഡിയോസൊക്കെ റിമൂവ് ചെയ്യും, ഒക്കെ ഡിലീറ്റ് ചെയ്യും. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്നും ഫോണിൽ ഗാലറിയിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ പോയി കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാവുമല്ലോ, യൂട്യൂബിലൊന്നും ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടത് ആ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ ചെന്ന് വെൽക്കം ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നപ്പോഴേക്കും പുതിയാപ്പിളയും വന്നു തുടങ്ങി. നൈലും ആ സമയത്തൊക്കെ അവിടെ കച്ചറ പരിപാടി കാട്ടിയിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡൊക്കെ കഴിച്ചങ്ങാണ്ട് അവിടെ ഉണ്ടായിരുന്ന ഐസ്ക്രീമും വാങ്ങിച്ച് കഴിച്ച് നമ്മളിതാ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിന്നപ്പോൾ ചെയ്യാൻ നിൽക്കുന്ന ചേച്ചി പറഞ്ഞു ഫുഡ് ഐറ്റംസ് ഒന്നും ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല. പിന്നെ നമ്മൾ പുറത്തിരുന്ന് അതൊക്കെ കഴിച്ച് ഉള്ളിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അവിടുത്തെ തിരക്കൊന്നും കഴിഞ്ഞിട്ട് നമുക്കും ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കേണ്ടിയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവരെ സംസാരം കഴിയുന്നേ ഇല്ല. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അതിലിങ്ങനെ നടന്നപ്പോൾ അവിടുത്തെ ചൂട് കാരണം സഹിക്കാൻ കഴിയായിട്ട് ഞാനും നൈലും പാടെ മെല്ലെ കാറിൻ്റെ കീ വാങ്ങിച്ച് കാറിൻ്റെ ഉള്ളിൽ പോയിരുന്നു ഗൈസ്. പാലക്കാടൊക്കെ എപ്പോൾ വരുമ്പോഴും ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇവിടുത്തെ പുറത്തിറങ്ങുമ്പോഴുള്ള ചൂട് കാറ്റും ഭയങ്കര ചൂടായിരിക്കും ഗൈസ്. പക്ഷേ അതൊഴിച്ച് ബാക്കിയെല്ലാം ഭയങ്കര രസമാണ് കാണാൻ പ്രകൃതികളൊക്കെ. പിന്നെ നമ്മൾ ഇക്കാനെ വലിച്ച് വണ്ടി കയറ്റി നമ്മൾ അവിടുന്ന് നേരെ പോണത് മലമ്പുഴയ്ക്കാണ്. മലമ്പുഴ ഡാമിൽ പോകണം. പിന്നെ ഇക്ക പറഞ്ഞു മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണിച്ച് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോവാണ്. പോണ വഴിക്കത്തെ കാഴ്ചകളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം. നൈൽ പോണ വഴിക്ക് ഇതാ ഓരോ കച്ചറകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോണ വഴിക്ക് ചുറ്റും ആകെ മരങ്ങളൊക്കെ മൂടിയിട്ട് എന്തോ ഒരു ഭംഗിയായിരുന്നു. നൈലുതാ പോണ വഴിക്ക് കാണുന്ന ഓരോ മൃഗങ്ങളെ നോക്കിയിരിക്കുന്ന പശുവായിട്ടും പൂച്ചയായിട്ടും പട്ടികളായിട്ടും എല്ലാത്തിനും നോക്കി നിൽക്കുന്ന പണിയായിരുന്നു നൈലുവിന്. ഈ വഴി നമുക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് മലകളും അതുപോലെ പാറക്കുന്നുകളാണ്. പാറക്കുന്നിൻ്റെ മുകളിലൊക്കെ ഫാമിലി വന്നുകൊണ്ട് ഫുഡൊക്കെ കഴിക്കുന്നത് കണ്ടിരുന്നു. പിന്നെ ഇതുപോലത്തെ ഇടുങ്ങിയ വഴികളൊക്കെ നമുക്ക് കാണാം. പിന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഓരോ വഴികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ ഡാമിൻ്റെ ബാക്ക് സൈഡിലെത്തി. ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഈ കാണുന്നത്. ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് കാറിൽ കയറി സ്ഥലം വിട്ടു ഗൈസ്. അമ്മാതിരി ചൂടായിരുന്നു, നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആ വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയായപ്പോൾ ഒരുപാട് ദൂരം ഇങ്ങനെ കാറിൽ അങ്ങനെ യാത്ര ചെയ്തു. പിന്നെ നമ്മളിതാ പോണ വഴിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. ഇവിടെ ഒരുപാട് നമ്മൾ വന്ന പോലെ വഴികൾ കാണാൻ വേണ്ടി വന്നവരായിരിക്കണം. ഒരുപാട് യാത്രക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഐസ്ക്രീമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചും കൊണ്ട് വീണ്ടും യാത്ര ആരംഭിച്ചു ഗൈസ്. ഇനി നമ്മൾ തിരിച്ച് പോണത് മലമ്പുഴ ഡാമിലേക്കാണ്. ഞങ്ങൾ മലമ്പുഴ ഡാമിലെത്തിയപ്പോൾ ഭയങ്കര ചൂടും വെയിലും ആയതുകൊണ്ട് ഈ ഡാമിൻ്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് കണ്ടു പോരാന്ന് പറഞ്ഞ് പോരായിരുന്നു. ഇപ്പം നമ്മൾ തിരിച്ച് പോന്നപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. ഒരു 4 മണി ആ സമയമൊക്കെ ആണ്. വെയിലൊക്കെ ഒന്ന് ആറി വരുന്നുണ്ട്. അപ്പം നമ്മൾ മലമ്പുഴ ഡാമിലെത്തി. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 10 രൂപ. അതായത് 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ളവരാണ് കുട്ടികൾ, അവർക്ക് 10 രൂപ.
അങ്ങനെ ഇതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പോയി കണ്ട് ഡ്രസ്സൊക്കെ മാറി. ഞാൻ ഇട്ടിരുന്ന പാർട്ടി വെയർ ഡ്രസ്സ് ഇട്ട് കണ്ടൊന്നും നടക്കാൻ കഴിയില്ല ഗൈസ് ഈ ചൂടത്ത്. അപ്പം ഞാൻ ഒരു കൂട്ടം ഡ്രസ്സ് കൈ പിടിച്ചിരുന്നു. അങ്ങനെ അതൊക്കെ മാറി വന്നു. പിന്നെ നമ്മളിതിലിങ്ങനെ കുറച്ച് നേരം നടക്കുകയാണ് ഗൈസ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. നൈലൂന് പുലി വഹിക്കണം കേട്ടോ. ഓളെ ഫുള്ള് ഫ്രീ ആക്കി വിട്ടതിലിങ്ങനെ മണ്ടി കളിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മൂപ്പര് വെള്ളമോ ഐസ്ക്രീമോ ലേസോ എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടി പോയിരുന്നു. ദേ ആ കാണുന്നതാണ് നമ്മൾ ഡാമിൻ്റെ മുകൾക്കൊന്നും കയറുന്നില്ല. കാരണം നല്ല ചൂട് കാറ്റൊക്കെയാണ്. നൈലൂനെയും കൊണ്ടൊന്നും കഴിയൂല. അപ്പോൾ ഇതാ നമ്മളിവിടെ വെള്ളം ലേസൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇരിക്കുന്നിടത്തു നിന്ന് കുറച്ച് നേരം മാറി ഇരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഒരു കപ്പിൾസ് ഇക്കാനോട് ഫോട്ടോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ എടുത്ത് കൊടുത്ത് ഞാനും നൈല അവിടെ ഇങ്ങനെ ഇരുന്നു. അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ കാര്യമായിട്ട് വാങ്ങി കഴിച്ചത് വെള്ളം ഐസ്ക്രീമൊക്കെ ആയിരുന്നു ഗൈസ്. അങ്ങനെ ഗൈസ് നമുക്ക് അവിടുത്തെ ചൂട് സഹിക്കാൻ കഴിയിട്ട് നമ്മളവിടുന്ന് പെട്ടെന്ന് പോന്നു. വെയിലൊന്നും പെട്ടെന്ന് ആറുന്നൊന്നുമില്ല. ചൂട് കാറ്റൊക്കെ ആയിരുന്നു. പിന്നെ നൈലും ആണെങ്കിൽ ഉച്ചക്ക് ഫുഡും ശരിക്കും കഴിച്ചിട്ടില്ല. അപ്പോൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കിനി നമുക്ക് എന്തെങ്കിലും ഫുഡും വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്ക് നൈലൂന് ഫുഡ് വാങ്ങാനൊരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടുന്ന് ഒരു ഹാഫ് ബ്രോസ്റ്റൊക്കെ വാങ്ങിച്ച് നൈലൂന് കാറിലിരുന്ന് അങ്ങനെ കൊടുത്ത് ഞങ്ങളങ്ങനെ പോന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് താത്ത വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോരുമ്പോൾ ഇങ്ങോട്ട് വാ, വീട്ടിലേക്ക് വാ, അവിടെ വാപ്പിയമ്മയൊക്കെ വന്നിക്കണ്, ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ നല്ല ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വാപ്പാനും മനൊക്കെ കണ്ട് തിരിച്ച് നേരെ വീട്ടിലേക്കാണ് പോന്നു.